ജുമുഅ ദിവസം ജുമുഅന്റെ മുമ്പ് ഒരു കർമ്മത്തിന് ബർക്കത്തുണ്ടാവില്ല. കൃഷി ചെയ്ത ബർക്കത്തുണ്ടാവില്ല. പറയേ, കച്ചവടം ചെയ്താൽ പറ ബർക്കത്തുണ്ടാവില്ല. ഇല്ലാ ഫി നിക്കാഹ്. وفي الجمعات تزويج وعرس ولذات الرجال مع النساء من وصايا علي المرتضى في الجمعات تزويج وعرس ولذات الرجال مع النساء. എടാ, വൈകുന്നേരമായിട്ട് ഇങ്ങനെ അങ്ങാടിയിൽ മുദ്രാവാക്യം വിളിക്കണ്ടെന്ന് റഹ്മത്തുള്ള പറയുന്നില്ല. മുദ്രാവാക്യം മാത്രം. ആ കൈ പടച്ച തമ്പുരാന് വേണ്ടി പൊന്തിക്കാത്ത കൈയെ മുഷ്ടി ചുരുട്ടിയ പടച്ചോൻ അത് പരിഗണിക്കൂല. മുദ്രാവാക്യം നീ വിളിച്ചോ? ബാപ്പക്ക് തങ്ങൾ വിളിച്ചിട്ടില്ലേ? വിളിച്ചിരുന്നു. പക്ഷേ ബാപ്പക്ക് പണി എന്തേന്നു? രാത്രി കരയുക. അതൊക്കെ പറഞ്ഞത് മനസ്സിലാവും. രാത്രി കരയണ കൈ മഗ്‌രിബിന്റെ മുമ്പിൽ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ ആ മുദ്രാവാക്യം ദുനിയാവിലും മേലുണ്ടാവും, ആഖിറത്തിലും മേലുണ്ടാവും. ഒരൊറ്റ മുദ്രാവാക്യം കൊണ്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്കോ ഈ മുദ്രാവാക്യമുള്ളൂ, അതിൻ്റെ അപ്പുറം നമുക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവണില്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച നേരത്തെ മയക്കൂല. ഒരു 10-10:30 മണിയാകുമ്പോഴത്തേന് പള്ളിയൊക്കെ എത്തി. അതിനൊന്നും നടക്കണ്ട. എന്താണ് നല്ല ബർക്കത്തുണ്ടാവില്ല. വെള്ളിയാഴ്ച ഒരു കാര്യത്തിൽ ബർക്കത്തുണ്ടാവില്ല. പ്രധാന ആരാധനയുടെ ദിവസം തൊഴിൽ ചെയ്യുന്നത് ഹറാമാക്കിയ ജനതയില്ലേ ഖൗമു ദാവൂദ്. ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസീൻ. അവരെ അല്ലാഹു നിന്യന്മാരായ കുരങ്ങാക്കിയിട്ടുണ്ട്. ആ നാട് ഞാൻ കണ്ടിട്ടുണ്ട്. ചെങ്കടൽ തീരത്തൊരു നാടുണ്ട്, ഐലാത്ത്. ആ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആ നാട്ടിലാണ് ഒരു ദിവസം അല്ലാഹു തആല 70,000 ആളുകളെ കുരങ്ങാക്കി. അവരുടെ പ്രധാന ആരാധന ശനിയാഴ്ചയായിരുന്നു. അന്ന് അവർക്ക് തൊഴിലെടുക്കാൻ പാടില്ല. നമുക്ക് അല്ലാഹു ഹലാലാക്കി. പക്ഷെ അല്ലാഹുക്ക് ഇഷ്ടം അന്ന് ജുമുഅ വരെ മറ്റു പരിപാടികളിലൊന്നും ഇടപെടും. ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ജുമുഅ കഴിഞ്ഞാൽ പീടിക പൊന്തിച്ചോ, ചട്ടർ പൊന്തിച്ചോ ബർക്കത്തുണ്ടാവും. ഇതിലൊക്കെ അറബികളെ കണ്ടുപഠിക്കണം. അറബികൾ ധാരാളം. ഇപ്പം അടുത്ത കാലത്ത് കുറച്ച് അറബികൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് അറബികൾക്ക് ഭയങ്കര സ്വഭാവം. ജുമുഅ വരെ പീടി തുറക്കൂല. ഈ അടുത്ത കാലത്ത് വരെ ഞാൻ അറബികളെ കണ്ടിട്ടുണ്ട്. ജുമുഅ കഴിഞ്ഞാൽ ഷട്ടറാണ് ഒന്നിക്കും പെരും കച്ചവടം ഉണ്ടാവും. മനസ്സിലായില്ല? ജുമുഅ വരെ പീടിയെ തുറക്കൂല. ആര്? പഴയ അറബികൾ. ഞാൻ കണ്ടതാണ്. ഇത് കണ്ടവരില്ലേ? ഇത് കണ്ടവർ പിന്തുണ തരും മനുഷ്യന്മാരെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കന്ന് കയ്യന്തിക്കും മനുഷ്യന്മാരെ. വെള്ളിയാഴ്ച കട തുറക്കാത്ത അറബികളെ കണ്ടിട്ടില്ലേ? ജുമുഅ വരെ കട തുറക്കാത്ത അറബികളെ കണ്ടവരുണ്ടെങ്കിൽ കയ്യൊണ്ടിക്ക്. ഇല്ലേ? വെള്ളിയാഴ്ച ജുമുഅ വരെ പീടി തുറക്കൂല. ജുമുഅ കഴിഞ്ഞാൽ ഭയങ്കര കച്ചവടം ആയിരിക്കും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നമ്മളോ വെള്ളിയാഴ്ച രാവിലെ ഈച്ചനാട്ടിരിക്കും, ഉച്ചനോട് ഈച്ചനാട്ടും. നമ്മളെ കുട്ടിക്കാലത്ത് എന്തൊക്കെ തിരക്കാണെങ്കിലും കൃഷിപ്പണിയൊക്കെയാണല്ലോ അക്കാലത്തെ പണി. വെള്ളിയാഴ്ച എന്തില്ല? ഒരു പണിയെടുക്കൂല. എൻ്റെ വല്യപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് കാളനൊക്കെ എന്നെ നുകം വെക്കാൻ പാടില്ല. അത് അള്ളാഹിനോട് അന്യായം പറയും. കാരണം അതിന് പ്രധാനപ്പെട്ട ദിവസമാണ് എന്ത്? വെള്ളിയാഴ്ച. മനസ്സിലായില്ല? പഴയ കാലത്തൊക്കെ കാളയും കൃഷിയൊക്കെയാണല്ലോ. ഈ വല്യാപ്പ പറയുന്നത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്, ബാപ്പ പറയാൻ കേട്ടിട്ടുണ്ട്. എത്ര പൂട്ട് തിരക്കുള്ള അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൂട്ടും പണിയൊക്കെ ഉള്ള കാലങ്ങളല്ലേ. എന്നിട്ട് വെള്ളിയാഴ്ച പണിയെടുക്കാൻ സമ്മതിക്കൂല. ജുമുഅ കഴിഞ്ഞാൽ വേണമെങ്കിൽ ജുമുഅ കഴിഞ്ഞാൽ ഒരു 2 മണിയും ഒക്കെ ഒന്ന് ഇറങ്ങി വേണമെങ്കിൽ പാടത്തൊക്കെ ഒന്ന് പോകും. എന്തിനു മുമ്പില്ല? ജുമുഅന് മുമ്പില്ല. ചായപ്പീടിയ ഒരു ലേശം ഒരു മമ്മദാക്കാന്നാണ് ആളുണ്ട് നമ്മളെ നാട്ടിൽ. മൂപ്പര് ഒരു രാവിലെ ഒരു 9 മണി വരെ ചായപ്പീടി തുറക്കും. പലർക്ക് കട തുറക്കന്നല്ല, ജുമുഅയുടെ മുമ്പ് തുറക്കൂല. ഉമ്മ പറയും വ്യാഴാഴ്ച വൈകുന്നേരം പെട്ടെന്ന് പോകുന്ന സാധനം വാങ്ങിക്കൊണ്ടൊരു നാളെ വെള്ളിയാഴ്ചയാണ് പീടി തുറക്കൂല കേട്ടോ. അതൊക്കെ 100 ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മല്ലോ എന്ന് കൈകൊണ്ടിക്ക്. വെള്ളിയാഴ്ച നമ്മളെ നാട്ടിൽ തന്നെ രാവിലെ പീടി തുറക്കാത്തവരുണ്ടായിരുന്നില്ലേ? നിങ്ങളെ നാട് പണ്ടെന്നെ മോശമായിരുന്നോ? പറയും മനുഷ്യൻ. എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ചയാണ്, രാവിലെ പീടി തുറക്കൂല. ഇവിടെ ശർക്കരല്ല പഞ്ചസാരല്ല ദേശം പോയി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഉമ്മ സ്കൂൾ വിട്ട് വന്നിട്ട് അത് നാളെ വാങ്ങമ്മ. അക്കാലത്ത് നമുക്ക് മടിയാണല്ലോ പീടിയിൽ പോകാൻ. അപ്പോൾ നാളെ പോകാനില്ല, നാളെ വെള്ളിയാഴ്ചയാണ്, രാവിലെ പീടി തുറക്കൂല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എത്രയോ ഓർമ്മയുണ്ട്. രാവിലെ പീടി തുറക്കൂല, ചുമ്മാ കഴിഞ്ഞാലേ പീടി തുറക്കുള്ളൂ. ഇന്ന്
ഒന്നാമത്തെ ഖുത്ബ തുടങ്ങിയാലും പീടി അടക്കൂല. മനസ്സിലായില്ല? രണ്ടാമത്തെ ഖുത്ബയിൽ അവസാനത്തിന് റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ പീഡിയക്കാരൻ വേഗം വന്നിട്ട് വേറെയുള്ള ചെരുപ്പിൻ്റെ മേലെ ഓൻ്റെ ചെരുപ്പും വെച്ച് ഔലങ്കാരിയിൽ ഒന്ന് കാക്ക തട്ടിപ്പടയും പോലെ വെള്ളത്തിലൊന്ന് തട്ടിപ്പടഞ്ഞ് ആ ഔലങ്കാരിയിൽ നിസ്കരിച്ച് വേഗം പോരും. ചെരുപ്പ് നഷ്ടപ്പെടില്ല. ഇന്നത്തെ ജുമാൻ്റെ ലാഭം ചെരുപ്പ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. കാരണം അവസാനമാണ് പോണത്. പറയേ, ആദ്യമാണ് പോരുന്നത്. അതുകൊണ്ട് ചെരുപ്പ് നഷ്ടപ്പെടില്ല. ഇന്നത്തെ ജുമാൻ്റെ ലാഭം പരലോകത്തല്ല, ഈ ലോകത്താണ്. ചെരുപ്പ് നഷ്ടപ്പെടില്ല. അതാണ് ഇന്നത്തെ ജുമാൻ്റെ ലാഭം. പണ്ടങ്ങനെയല്ല. രാവിലെ കൊണ്ടുപോയി ചെരുപ്പ് വെച്ചാൽ പിന്നെ ഒരു 3 മണിക്കൊക്കെ പോരുമ്പോൾ ആ ചെരുപ്പ് അവിടെ ഉണ്ടാവുമെന്ന് തന്നെ അല്ലാഹു അഅലം. അങ്ങനെ തന്നെയല്ലേ? ജുമാ കഴിഞ്ഞാൽ ഞങ്ങൾ പായുമായിരുന്നു. സ്വഹാബികൾ പറയാണ്, ഹരീസ് എന്നൊരു ഭക്ഷണ പാനീയം ഒരു കിഴവിയായ തള്ള മദീനയിൽ ഉണ്ടാക്കിയിരുന്നു. ആ തള്ളയുടെ, ആ സ്ത്രീയുടെ ജുമാക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ സ്പൂണിൽ ഇങ്ങനെ എടുത്തു കൊടുക്കും. കുറച്ചേ ഉണ്ടാവുള്ളൂ. ഹരീസ് തിന്നാൻ വേണ്ടി മദീനയുടെ അങ്ങാടിയിലേക്ക് ഞങ്ങൾ ഓടി വരുമായിരുന്നു. പള്ളിയുടെ പരിസരത്ത് ഈ കിഴവിയായ സ്ത്രീ ജുമാക്ക് വന്ന ആളുകൾക്ക് ഹരീസ് കൊടുക്കുമായിരുന്നു. ഹരീസ് പറഞ്ഞാൽ ഗോതമ്പും മധുരമൊക്കെ കൂട്ടിണ്ടാക്കി. നമ്മൾ അലീസ എന്നറിയില്ലേ? പറയും മനുഷ്യന്മാരെ, നമ്മൾ അലീസ എന്ന് പറയില്ലേ? അങ്ങനത്തെ ഒരു സാധനം അരീസ് എന്നാ അവർ പറയുക. അങ്ങനത്തെ ഒരു സാധനം അവർ തള്ളുണ്ടാക്കും. അപ്പം ഞങ്ങൾ ജുമാ കഴിഞ്ഞാൽ പോയും. എന്തുകൊണ്ട് നദ്ഖുലു അൽ മസ്ജിദ ലിസ്വലാത്തിൽ ഫജ്രി സുമ്മ ലാ നഖ്റുജു. ഞങ്ങൾ സുബഹയ്ക്ക് വേണ്ടി പള്ളിയിൽ കയറിയാൽ പിന്നെ ഇറങ്ങൂല. അവിടെ അങ്ങനെ കൂടും അസ്ഹാബു റസൂലില്ല. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ചായയും വെള്ളം ഒന്നുമില്ല. എപ്പല്ല? കുന്നാ നുഫ്തിറു ബഅദൽ ജുമുഅ. ഞങ്ങൾ ജുമുഅ കഴിഞ്ഞിട്ടാണ് ഫുത്തൂർ എന്ന ബ്രേക്ക്ഫാസ്റ്റ്. മനസ്സിലായില്ല? ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിച്ചിരുന്നത് ബഅദൽ ജുമുഅ. ജുമുഅ കഴിഞ്ഞിട്ടാണ് എന്നെ ഹദീസ് ഈ കൊണ്ടോട്ടി കോടങ്ങാട്ടുന്ന് എൻ്റെ ഉസ്താദ് കാമ്പുൽ ഉമർ മുസ്ലിയാർ ഓതി തന്നാണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ ചിരിച്ചിട്ട് പറഞ്ഞ്, എടാ ഈ ഹദീസ് ചേകനൂര് കാണാഞ്ഞോ നന്നായി എന്നാണ്. എന്താണെന്ന് വെച്ച് ഇതെങ്ങാനും ചേകനൂര് കണ്ടിരുന്നെങ്കിൽ രാവിലെ 8 മണിക്കാണ് ജുമുഅ എന്നോൻ പറയായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഞങ്ങൾ ജുമുഅ കഴിഞ്ഞിട്ടാണ് എന്ത് കഴിക്കുക? ഫുത്തൂർ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണമാണല്ലോ ഫുത്തൂർ. അതിരാവിലെ കഴിക്കണ ഭക്ഷണമല്ലേ എന്ത്? ഫുത്തൂർ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിക്കുക ജുമുഅ കഴിഞ്ഞിട്ടാണ് എന്ന ഹദീസ് ഉണ്ട്, മുവത്തയിലുണ്ട് ഹദീസ്. ആ ഹദീസ് ഇങ്ങനെ ഓതി തന്നിട്ട് ഉസ്താദ് പറഞ്ഞ്, ഇത് ചേകനൂര് കാണാൻ ഞാൻ നന്നായി. ചേകനൂര് കണ്ടിരുന്നെങ്കിൽ ചേകനൂര് എന്ത് പറയും? 8 മണിക്കായിരുന്നു നബിയുടെ കാലത്ത്. ജുമുഅ എന്ന് പറയാൻ പഠിക്കൂല എന്ന് പറഞ്ഞ്. ഇവിടെ സംഭവം എന്താ? അവർ തിന്നാൻ വേണ്ടി പുറത്തൊന്നും പോകൂല. സുബൈക്ക് വന്ന് പിന്നെ ഇറങ്ങൂല. അവിടെ അങ്ങനെ കൂടും. പിന്നെ ജുമുഅ കഴിഞ്ഞ് അതിൻ്റെ അമൽ കഴിഞ്ഞാൽ പായും. ഒരു തള്ളച്ചി ഉണ്ടായിരുന്നു. ആ തള്ള ജുമുഅക്ക് വരുന്ന ആളുകൾക്ക് അരീസ് ഉണ്ടാക്കിയേക്കും. ആ അരീസിന് വല്ലാത്ത മധുരം ഉണ്ടായിരുന്നു. കാരണം തലേന്ന് വൈകുന്നേരം തിന്നിട്ട് പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഹറമിൽ ഇപ്പോഴും അങ്ങനത്തെ ആളുകളെ കാണാം. ഹറമിൽ ചില ആളുകൾ വെള്ളിയാഴ്ച ജുമുഅൻ്റെ മുമ്പ് കാരക്ക കൊടുക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ്? ബൈത്തുൽ മുഖദ്ദസിലുണ്ട്. ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. സുബൈക്ക് വന്നാൽ പിന്നെ പുറത്തുമില്ല. അങ്ങനെ അവിടെ കൂടും. പിന്നെ എന്ത് ചെയ്യുന്നറിയോ? കാരക്ക അങ്ങനെ കൊണ്ടുനടക്കും. അത് കഴിഞ്ഞ് വെള്ളവും കൊണ്ടുനടക്കും. കാരക്കയും വെള്ളം അങ്ങനെ കൊണ്ടുനടക്കും. കാരണം സുബൈക്ക് വന്നിട്ട് പിന്നെ എന്തായിട്ടില്ല, പുറത്ത് പോയിട്ടില്ല. അവിടെ അങ്ങനെ കൂടും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക്. ഹർമിലുണ്ട് കാരക്കയും കൊടുക്കും, വെള്ളം അങ്ങനെ കൊണ്ടുനടക്കും. നമ്മുടെ നാട് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് മുസീബത്ത് വരാനുള്ള കാരണം. അതുകൊണ്ട് നിഅമതാനി മഗ്ബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, 2 അനുഗ്രഹങ്ങളുണ്ട്. അതിനുണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിതനാണ്. അതിൻ്റെ ഒന്നെന്താ? ഒന്ന് ആരോഗ്യം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ ശ്രമിക്കുക.